ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോളോ ടോക്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് തുടങ്ങിയിട്ടുള്ള സൗത്തേൺ റീജിയനിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ്, ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ്, ജൂനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്, ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് പോസ്റ്റിന് ടോട്ടൽ 73 വേക്കൻസിയും ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് പോസ്റ്റിന് ടോട്ടൽ 2 വേക്കൻസിയും സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക് പോസ്റ്റിന് 25 വേക്കൻസിയും സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് പോസ്റ്റിന് 19 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് ഓഫീസ് എന്നീ പോസ്റ്റുകൾക്ക് 31,000 തൊട്ടിട്ട് 92,000 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്, സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകൾക്ക് 36,000 ടു 1,10,000 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. ഇനി ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷനും എൻ്റെ എക്സ്പീരിയൻസും നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് പോസ്റ്റിന് 10th പാസ് പ്ലസ് 3 ഇയർ അപ്രൂവ്ഡ് റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ ഓർ ഫയർ, അതല്ലെങ്കിൽ 12th പാസ് റെഗുലർ സ്റ്റഡി നടത്തി 12th പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വാലിഡ് മീഡിയം വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസോ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. അത് മെൻസിനും വുമൺസിനും ഉണ്ടാവും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് പോസ്റ്റിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പോസ്റ്റിന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക് പോസ്റ്റിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റേഡിയോ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, കാരണം അത് സീനിയർ അസിസ്റ്റന്റ് പോസ്റ്റാണ്. എക്സ്പീരിയൻസ് വരുന്നത് 2 ഇയർ റിലവൻ്റ് എക്സ്പീരിയൻസ് ഇൻ കോൺസെൻട്രേറ്റഡ് ഡിസ്പ്ലേ, അതായത് ഇലക്ട്രോണിക്സോ ടെലികമ്മ്യൂണിക്കേഷനോ റേഡിയോ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള 2 ഇയർ എക്സ്പീരിയൻസ് ഈ ഒരു പോസ്റ്റിന് നിർബന്ധമാണ്. ഇനി സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് പോസ്റ്റിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ്സ് പ്രിഫറബിൾ ഇൻ ബികോം പാസ്സായിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പീരിയൻസും വേണം. 2 ഇയർ റിലവൻ്റ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ടാക്സേഷൻ ആൻഡ് ഓഡിറ്റ് ആൻഡ് അതർ ഫിനാൻസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ഫീൽഡ് എക്സ്പീരിയൻസ്. ഇനി സെലക്ഷൻ പ്രോസസ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് പോസ്റ്റിന് 2 സ്റ്റേജിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടൺ എക്സാമിനേഷനും അതിൽ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് സ്റ്റേജ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും. ഈ ഒരു പോസ്റ്റ് ഒഴികെ ബാക്കിയുള്ള ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ്, സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്, സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകൾക്ക് സെലക്ഷന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടൺ എക്സാമിനേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് കാൻഡിഡേറ്റ്സ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ 1,000 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്, ഇൻക്ലൂഡിങ് GST. ഇത് UR, OBC, EWS കാറ്റഗറിയിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീ ബാധകമായിട്ട് വരുന്നത്. വുമൺസ് കാൻഡിഡേറ്റ്സ്, ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ അപ്രന്റീഷിപ്പ് ആക്ട് പ്രകാരം അപ്രന്റീഷിപ്പ് ട്രെയിനിങ് 1 ഇയർ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഇവരൊക്കെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിങ്ങൾ അടക്കുന്ന ആപ്ലിക്കേഷൻ ഫീ അത് നോട്ട് റീഫണ്ടബിൾ ആണെന്ന് കൂടി പറയുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് December 27 ആപ്ലിക്കേഷൻ്റെയും ഫീ പേയ്മെൻറ്റിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2024 January 26 ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയർ പേജ് വഴിയാണ്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് വരുന്നത് www.aai.aero, ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ലിങ്ക് വരുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ നൽകിയിട്ടുണ്ട്. സോ ക്വാളിഫൈ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളുടെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്